Ring number 104, Abu Salim from Kerala. നമുക്ക് ലാലേട്ടനൊക്കെ ഒരുമിച്ച് നമ്മൾ ട്രെയിനിങ് ചെയ്യാറും. കാരണം വീണ്ടും ഒന്ന് ടൈം മെഷീനിൽ പോകാൻ പറ്റി, ഒന്ന് നേരിട്ട് കാണാൻ പറ്റി. ഇത് ചെയ്യേണ്ടല്ലേ, ഇത് എന്തെങ്കിലും പറയാൻ പറ്റും. ഇതിലേക്ക് വന്നിട്ട് കാല് കെട്ടിക്കൊണ്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അതിൽ അഭിനയിച്ചത്. ഇഷ്ടപ്പെട്ട് വന്ന മാത്രമേ മേലെ എത്തിയിട്ടുള്ളൂ. നമുക്കൊക്കെ കൂടുതൽ ഡയറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അവിടത്തേക്ക് ഫോൺ വന്നു, ഇങ്ങനെ ഒരു പോലീസുകാരൻ അഭിനയിച്ചിരുന്നല്ല, അയാളെ കിട്ടാൻ വഴിയുണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ശാലിൻ്റെ പടത്തിൽ ഒരു രക്ഷയില്ല, വേറൊരു ലെവലിലാണ്. ഒന്നും ബോഡി ബിൽഡിങ്, ഒന്ന് പോലീസിൽ കയറുക, സിനിമ. ഇത് മൂന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അതിൻ്റെ ഏറ്റവും ഇതിൽ എനിക്ക് ലാലേട്ടനും ഞാനും ഒരു ഇഷ്ടംപോലെ ഒരുമിച്ചിട്ട് വർക്കൗട്ട് ചെയ്തു. സ്റ്റെറോയിഡിൻ്റെ അംശം ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം, ഇല്ല എന്നുള്ളത്. ഞാൻ എൻ്റെ മകനും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴും. ഭാഗം എൻ്റെ കാലിൻ്റെ പുറടിയിൽ വന്ന് വീണു. അപ്പം അതിൽ ഇരുമ്പിൻ്റെ പട്ടയടിച്ച സാധനം, നല്ല വെയിറ്റും ഉണ്ട്. അത് മാറ്റി നോക്കിയപ്പോൾ ഈ പുറടിയിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് വരികയാണ് സ്കിന്ന്. ഞാൻ പിടിച്ച് താത്തും വിട്ട് കഴിഞ്ഞാൽ പോകുന്നത്. എൻ്റെ ഫാദർ തന്നെ ഭയങ്കര സർക്കാർ പ്രിയനായിരുന്നു. Once upon a chat. പൊതുവെ ജീവിതം തരുന്ന വഴികളിലൂടെയാണ് എല്ലാവരും സഞ്ചരിക്കുക. ചിലർ ഒരു വഴി തിരഞ്ഞെടുത്ത് അതിൽ വിജയം കണ്ടെത്തുന്നു. മറ്റു ചിലർ അവർ സഞ്ചരിക്കുന്ന എല്ലാ വഴികളിലും വിജയം കണ്ടെത്തുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ കൂടെ. ബോഡി ബിൽഡിങ്ങിൽ ദേശീയ ചാമ്പ്യൻ, കേരള പോലീസിലെ ഒരു ഓഫീസർ, മലയാള സിനിമയിലെ കരുത്തുറ്റ കഥാപാത്രങ്ങൾ ചെയ്ത ഒരു വ്യക്തി. ഇന്ന് നമ്മുടെ കൂടെ വൺസ് അപ്പോൺ എ ചാറ്റിൽ ശ്രീ അബു സലീം സാർ. സാർ നമസ്കാരം. നമസ്കാരം. സുഖം സാർ. സർ, ഈ കൽപ്പറ്റയിൽ നിന്ന് ദേശീയ ചാമ്പ്യനിലേക്കുള്ള യാത്ര, അതിൻ്റെ ഒരു സ്പാർക്ക് എങ്ങനെയായിരുന്നു? ബോഡി ബിൽഡിങ് എനിക്ക് ചെറുപ്പത്തിൽ ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. യാതൊരു സാധ്യതകളില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇഷ്ടിക വെച്ച് പുഷപ്പ് ചെയ്യും. ഈ പഴയ നമ്മുടെ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുണ്ട്, അതിൽ അരകല്ല് രണ്ട് ഭാഗത്തോട്ടിട്ട് ബെഞ്ച് പ്രസ്, സ്ക്വാട്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു. പിന്നീട് പോലീസിൽ സെലക്ഷൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ 1979 മലബാർ സ്പെഷ്യൽ പോലീസിൽ മലപ്പുറത്ത് ജോയിൻ ചെയ്തു. അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ് പൂർത്തീകരിച്ച് നേരെ തലശ്ശേരിയിലായിരുന്നു അന്ന് ആദ്യ പോസ്റ്റിങ്. അപ്പോൾ തലശ്ശേരി ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു MSPയുടെ. അവിടെ സർക്കസ് കളരി എന്ന് പറയുന്നൊരു ജിംനേഷ്യത്തിലാണ് ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നത്. അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അതിൻ്റെ നമ്മുടെ പോലീസ് വണ്ടിയൊക്കെ നന്നാക്കുന്നൊരു സുജാത എഞ്ചിനീയറിംഗ് കോഴ്സ്, അതിൽ പവിത്രൻ, അദ്ദേഹം മിസ്റ്റർ കേരള റണ്ണറപ്പായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അനിയൻ ജയരാജ്, അങ്ങനെ അവരുടെ കൂടെ നിന്ന് ട്രെയിൻ ചെയ്ത് 81 ഞാൻ മിസ്റ്റർ കോഴിക്കോട് മത്സരത്തിൽ പങ്കെടുത്ത് മിസ്റ്റർ കോഴിക്കോടായി. പിന്നെ 82 മിസ്റ്റർ കേരള, 83 മിസ്റ്റർ സൗത്ത് ഇന്ത്യ, 84 മിസ്റ്റർ ഇന്ത്യ. പിന്നെ 86 ആൻഡ് 87 വീണ്ടും സൗത്ത് ഇന്ത്യ കിട്ടി. 92 ഇൻ്റർ സ്റ്റേറ്റ് ചാമ്പ്യനായി. ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി, മിസ്റ്റർ ഏഷ്യക്ക് പോയി. അങ്ങനെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോഡി ബിൽഡിങ്ങിൽ ഞാൻ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി 8 വർഷം സേവനം ചെയ്തു. അതിനുശേഷം പിന്നെ നാഷണൽ ജഡ്ജായിരുന്നു. ബോഡി ബിൽഡിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് മുന്നോട്ട്. സാർ, ഒരു പരിധിവരെ മലയാളികൾക്കെല്ലാം അറിയാം സാർ ഒരു അർണോൾഡ് ഷ്വാർസ്നെഗർ ഫാൻ ബോയ് ആയി എന്നുള്ള കാര്യം. എന്തുകൊണ്ട് അർണോൾഡ് ഷ്വാർസ്നെഗർ? കാരണം അന്ന് ആ സമയത്ത് വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്? അത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, എൻസൈക്ലോപീഡിയ ഓഫ് ബോഡി ബിൽഡിംഗ് ബൈ ആർണോൾഡ് ഷ്വാർസ്നെഗർ എന്ന് പറഞ്ഞിട്ട് വലിയ ബുക്ക്. അതിൽ നോക്കി അത് എൻ്റെ ഒരു ഗൈഡ് ലൈൻ ആ ബുക്കായിരുന്നു. ഞാനത് നോക്കിയിട്ടാണ് പ്രാക്ടീസ് ചെയ്യലും ഡയറ്റിങ്ങും കാര്യങ്ങളെല്ലാം. അന്ന് വേറെയുള്ള മറ്റു തരത്തിലുള്ള ആധുനിക തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബേസായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് നോക്കി. പിന്നെ മാത്രമല്ല, നമ്മൾ ഭയങ്കര ഒരു ആരാധനയായിരുന്നു ആർണോൾഡിനോട്.
ആ അർണോൾഡിനെ നമുക്ക് 10-12 വർഷം മുമ്പ് എനിക്ക് നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഐ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വേണ്ടി അദ്ദേഹം ചെന്നൈയിൽ വന്നത്. അങ്ങനെ തമിഴ്നാടൻ വിക്രമാണ് എന്നെ വിളിച്ച് പറഞ്ഞങ്ങനെ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്ത പ്രകാരം ഞാൻ അവിടെ പോവുകയും അർണോൾഡിനെ മീറ്റ് ചെയ്യാൻ പറ്റി. എങ്ങനെയായിരുന്നു മൂമെന്റ്? അയ്യോ, അത് പറയാൻ പറ്റില്ല. അത് ഒരു വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അത്. അദ്ദേഹത്തിനെ കണ്ടു. അപ്പം അദ്ദേഹവും ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചത് ആ സമയത്ത് സംസാരിച്ചതിൻ്റെ അടുത്ത് ചുരുങ്ങിയ സമയം സംസാരിക്കാൻ പറ്റിയിട്ടുള്ളൂ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് നമ്മളെ സ്റ്റിറോയിഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബോഡി ബിൽഡിങ് പ്രൊമോട്ട് ചെയ്യരുത്, നാച്ചുറലായിട്ട് ചെയ്യണം, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. പിന്നെ സിനിമ കാര്യങ്ങളും അദ്ദേഹം ഒന്ന് ടെർമിനേറ്റർ 5-ൻ്റെ ഷൂട്ടിംഗ് സമയമായിരുന്നു. ഓട്ടോഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചു ഫോട്ടോഗ്രാഫ്. അതെ അതെ. സാറിൻ്റെ പോലീസ് സർവീസിലുണ്ടായ അനുഭവങ്ങൾ ഈ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അല്ല, വില്ലൻ കഥാപാത്രം ഞാൻ ചെറുപ്പം മുതലേ സിനിമ കാണുന്ന സ്വഭാവക്കാരനായിരുന്നു. കാരണം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കാസ്റ്റിലൊക്കെ സിനിമക്ക് പോകുന്നത് ഭയങ്കര തെറ്റായിട്ട് കാണുന്നൊരു കാലഘട്ടം. സിനിമക്ക് പോയാൽ അടി കിട്ടുക എന്നുള്ളത് കൂടുതലാണ്. അങ്ങനെ എന്നിരുന്നാലും വന്ന് കൽപ്പറ്റയിൽ 2 ടാക്കീസുകളാണുള്ളത്. ഒരു വിജയ ടാക്കീസും ഒരു അനന്തപത്മയും. അപ്പോൾ അവിടെ വിജയ ടാക്കീസിൽ തമിഴ് മൂവീസാണ് അധികം വരിക. ഈ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് ധാരാളം തമിഴരുണ്ട് വയനാട്ടിൽ. അപ്പോൾ ആ തമിഴ് സിനിമയും കാണും, മറ്റതിൽ ഇതും കാണും. അപ്പോൾ ചിലപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പോൾ അന്ന് അടി കിട്ടും. അങ്ങനെ സിനിമയിലേക്ക് വരണം എന്ന് സിനിമയിൽ പിന്നെ എന്താ പറയണ്ടത്, മൊത്തം സിനിമയോടൊരു ആരാധന നമ്മുടെ മനസ്സിൽ വന്നു. അന്ന് ആരുടെ ഫാനായിരുന്നു? അന്ന് പിന്നെ തമിഴിലാണ് കൂടുതൽ. ശിവാജി ഗണേശനാണ്. ശിവാജി ഗണേശന്, MGR, ഇവർ രണ്ടാളാണ് അന്ന്. പിന്നെ മലയാളത്തിൽ പറയുന്ന നസീർ, സത്യൻ, അങ്ങനെയുള്ള ആ തരത്തിലാണ്. അപ്പം സിനിമ കണ്ടിട്ടാണ്. സിനിമയിലൊരു ഇന്ത്യൻ ന്യൂസ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അതായത് ദേശീയ തലത്തിലുള്ള പല പ്രധാനപ്പെട്ട ന്യൂസുകളെല്ലാം ചേർത്തിട്ട് ആ സിനിമയുടെ മുന്നേ ഒരു 2 റീലോ ആയിരിക്കും അത് സംഭവങ്ങളെല്ലാം കാണിക്കും. അപ്പോൾ അതൊരിക്കൽ കാണിച്ചാണ് മിസ്റ്റർ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷൻ വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായി ഇതിൽ. അങ്ങനെ അതോടൊപ്പം തന്നെ ഈ പവർ മാൾട്ട്, ജീവൻ ടോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ വരും. അത് പത്രത്തിൽ കിട്ടും. അത് ഫോറിൻ ബോഡി ബിൽഡേഴ്സിൻ്റെ ഫോട്ടോ. അപ്പം നമുക്ക് മനസ്സിൽ തോന്നുന്നത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആയിക്കൂടാ എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞേ വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ എടുത്തത് അവിടെ നിന്ന്. അപ്പോൾ അതിൽ ഒരു കൊല്ലത്തുകാരൻ, ഒരു പത്മകുമാർ എന്ന് പറഞ്ഞ കക്ഷി, പുള്ളിയുടെ സിസ്റ്ററെ കല്യാണം കഴിച്ചത് വയനാട് എസ്റ്റേറ്റിൽ ഉള്ളൊരു സൂപ്പർവൈസർ ആണ് കല്യാണം കഴിച്ചത്. അങ്ങനെ വന്ന് പുള്ളിനെ പരിചയപ്പെട്ടു. പുള്ളി കൊല്ലം SN കോളേജിലെ സ്റ്റുഡൻ്റായിരുന്നു. അയാൾ വെയ്റ്റ് ലിഫ്റ്ററായിരുന്നു. അപ്പോൾ അയാളാണ് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്, നിങ്ങൾ പിന്നെ അബുസലീം, നിങ്ങൾ പിന്നെ നല്ല പ്രൊപ്പോർഷനേറ്റ് ബെൽറ്റാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല രൂപത്തിൽ വരും എന്ന് പറഞ്ഞിട്ട് പുള്ളി മുഖാന്തരമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ ഇത് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പോലീസ് ചേർന്നതിന് ശേഷം ട്രെയിനിങ് കഴിഞ്ഞ് തലശ്ശേരി പോയപ്പോഴാണ് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റിയത്. സിനിമയും അതുപോലെ തന്നെ നമ്മൾ വയനാട്ടിൽ വെച്ചിട്ട് ഷൂട്ട് നടക്കുന്നത്. രാജൻ പറഞ്ഞ കഥ പറഞ്ഞ സിനിമയാണ് നമ്മുടെ MP വീരേന്ദ്രകുമാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിങ്. അതിൽ കേട്ടിട്ടുണ്ട് സാർ ഒരു ക്രൈമാണ് ചെയ്യുന്നത്, ഉരുട്ടിക്കൊല്ലുന്ന പോലീസുകാരനായിട്ടാണ്. അതെ. അപ്പം ആദ്യമായിട്ട് അഭിനയിച്ചത് അങ്ങനത്തെ റോളാണ് ചെയ്യുന്നത്, പോലീസായിട്ടാണെങ്കിൽ. അത് അന്നത്തെ കാലത്ത് പോസ്റ്ററൊക്കെ വന്നു, വലിയ പോസ്റ്ററൊക്കെ വന്നു. അപ്പോൾ അതിനോട് കൂടെ താല്പര്യമാണ്. പിന്നീട് എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പിന്നെ ചെറിയ കോഴിക്കോടൊക്കെ ഷൂട്ടിങ് നടക്കുമ്പോൾ നമുക്ക് യാദൃശ്ചികമായിട്ട് ചെറിയ റോള്, ദൈവസഹായ, ലക്കി സെൻറ്റർ, ബ്രഹ്മരക്ഷസ്, അങ്ങനെയുള്ള കുറച്ച് പടങ്ങളിലൊക്കെ കിട്ടി. പിന്നെയാണ് ഒരു 86-ലാണ് ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ പുരാവൃത്തം എന്നുള്ള സിനിമ ഷൂട്ടിങ്ങുമായിട്ട് വയനാട്ടിൽ വന്നു. ഞാൻ വിക്കി ചെക്ക് ചെയ്യുമ്പോൾ സാറിൻ്റെ ഫസ്റ്റ് മൂവി 78, പിന്നെ കാണിക്കുന്ന 86. ഒരു അത്രയും വർഷത്തെ ഗ്യാപ്പിൽ. അതെ. അതിൽ നല്ലൊരു റോള് കിട്ടുന്നു. അത് MS ശ്രീപുണിത്തറ ഒരു ജന്മിയായിട്ട്, ഓംപുരി, പിന്നെ വിജയരാഘവന്, പിന്നെ രേവതി, ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ. മുരളിയേട്ടനുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ത്രൂ ആയിട്ടുള്ള ഈ ജന്മിയുടെ പരാക്രമങ്ങളും കാര്യങ്ങളും പുള്ളിയുടെ കൂടെ ആയിട്ടുള്ള ആ സംഭവങ്ങൾ അങ്ങനെ കിട്ടി. അങ്ങനെ കഴിഞ്ഞ് പിന്നെ 92-ലാണ് ശരിക്ക്, 91-ൽ ഈ ജോണി വാക്കറിൻ്റെ അതിനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കാർഡ് അയച്ചിട്ട് ജയരാജ് സാർ വിളിക്കുന്നത്. അങ്ങനെ കോട്ടയത്ത് പോയി അതിൽ പങ്കെടുത്ത് അതിൽ സെലക്ഷനായി.
ബാംഗ്ലൂർ വെച്ചായിരുന്നു ഷൂട്ടിങ്. ഓക്കെ. ആ പടം റിലീസായി കഴിഞ്ഞപ്പോഴാണ് അത് കൽപ്പറ്റ വിജയ ടാക്കീസിൽ കളിക്കുന്ന സമയത്ത് അവിടത്തേക്ക് ഫോൺ വന്നു, ഇങ്ങനെ ഒരു പോലീസുകാരൻ അഭിനയിച്ചിട്ടുണ്ടല്ല, അയാളെ കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എൻ്റെ നമ്പറിൽ സ്റ്റേറ്റിൽ വന്നിട്ട് ഒരു നമ്പർ വന്നിട്ട് തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എവർഷൈൻ പ്രൊഡക്ഷൻ്റെ അവരെ വിളിക്കുന്നത്. അതിലാണ് ആയുഷ്കാലം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഓരോ സിനിമകളും ഒന്നിൽ കണ്ടിട്ടും അവിടെ ബന്ധപ്പെട്ടിട്ടും അങ്ങനെ ചെറിയതായിട്ടുള്ള റോളുകളൊക്കെ അങ്ങനെ പിന്നെ വർഷം 4 പടമെങ്കിലും മിനിമം. അതെ 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 അതെ. അത് പിന്നെ നമ്മൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം ആദ്യകാലത്തൊക്കെ നമ്മൾ പോയിട്ട് കുറേ ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നീടൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാരക്ടർ ഒരു കാസ്റ്റിങ് അങ്ങനത്തെ രൂപത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇത്ര പർട്ടിക്കുലർ ഇത്ര ഡേറ്റിന് ഈ ഡേറ്റിന് പിന്നെ അത് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആകുകയാണെങ്കിലൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജോലി സംബന്ധമായതുള്ളതുകൊണ്ട് അത് വിടാതെ തന്നെ ഞാൻ മാക്സിമം ഇമ്പോർട്ടൻസ് ജോലിക്ക് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു. റിട്ടയർ ആയതിനു ശേഷം പിന്നെ നമുക്ക് ധാരാളം സമയം കിട്ടി. അത് ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കൊണ്ട് പോലീസിലും അതിൻ്റേതായിട്ടുള്ള ആനുകൂല്യം ഒരു പരിഗണനയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമയിൽ വന്നപ്പോൾ പോലീസാണ് എന്നുള്ള ഒരു പരിഗണന ആനുകൂല്യം ഇവിടെയും കിട്ടിയിട്ടുണ്ട്. അപ്പം ജനങ്ങൾ കാണുന്ന കാഴ്ചപ്പാടും അങ്ങനെയായിരുന്നു. പിന്നെ ഈ ചെറിയ റോളുകൾ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ നോട്ട് ചെയ്യുന്നു. കാരണം നമ്മൾ ബോഡി ബിൽഡിങ്ങിൽ മിസ്റ്റർ ഇന്ത്യ ഇതൊക്കെ മിസ്റ്റർ സൗത്ത് ഇന്ത്യ അങ്ങനെയൊക്കെയുള്ള പത്രമുഖേന അന്നത്തെ പത്രങ്ങളാണല്ലോ ഈ സോഷ്യൽ മീഡിയ വേറെ മറ്റുള്ള തരത്തിലുള്ളതില്ലല്ലോ. അപ്പോൾ പത്രത്തിൽ കണ്ടിട്ട് ആൾക്കാർക്ക് അപ്പോൾ അത് ഇന്ന ആളാണെന്നുള്ള അപ്പോൾ ചെറിയ റോൾ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ നോട്ടീസ് ചെയ്യും. അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. അത് പിന്നെ അങ്ങനെ തുടർന്നുകൊണ്ടാണ് നമുക്ക് ധാരാളം സിനിമകൾ അന്നത്തെ കാലത്ത് ആക്ഷൻ സീക്വൻസുള്ള പടങ്ങൾ, ഇപ്പം ബാബുനണീൻ്റെ പടം, പകൽ രാത്രി സുരേഷ് ഗോപിൻ്റെ പടം, അങ്ങനെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഒരു ധാരാളം സിനിമകൾ ചെയ്യാൻ പറ്റി. അങ്ങനെ വന്ന് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേണ്ടതായിട്ടുള്ള രൂപത്തിലുള്ള ക്യാരക്ടറുകളൊക്കെ കിട്ടി. ഇപ്പം നമുക്ക് ഭീഷ്മപർവത്തിന് ശേഷമാണ് ശരിക്ക് നല്ലൊരു എന്താ പറയുക കരിയറിൽ തന്നെ ഒരു മാറ്റം. ശരിക്കും ഭീഷ്മവർമ്മ സാറ് അതിൽ എല്ലാവരും മൈക്കിളപ്പാന്ന് വിളിക്കുന്നത്, സാറാണ് മച്ചാനെ എന്ന് വിളിക്കുന്നത്. അത്രയും അധികാരമുള്ള ഒരാൾ. അതെ അതെ അതെ. അപ്പം അത് പിന്നെ എന്താ പറയണ്ടത്, അതിൽ ആ ക്യാരക്ടർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ ആ ശിവൻകുട്ടിയായിട്ട് തന്നെ പോയി. ഒരു ഏറ്റക്കുറച്ചിലുണ്ടായിട്ട് ലുക്കും അങ്ങനെ അങ്ങനെ അത് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഒരുപാട് പടങ്ങൾ നമുക്കിപ്പം അച്ഛൻ റോളുകളും അമ്മാവൻ റോളുകളും അത് കഴിഞ്ഞിപ്പം ലാസ്റ്റ് വന്ന് പൈങ്കിളി, പിന്നെ അതിന് മുമ്പ് വന്ന് പൂക്കാലം, പിന്നെ നൈറ്റ് റൈഡേഴ്സ്, വള, ഇതിലൊക്കെ നല്ല നല്ല വേഷങ്ങളാണ് ചെയ്യാൻ പറ്റിയത്. ഇപ്പം തമിഴിൽ ഒരു ധനുഷിൻ്റെ കൂടെ ഒരു പടം ചെയ്തു, കര എന്ന് പറഞ്ഞിട്ടുള്ള. അത് ജയറാമേട്ടനും ഞാനും പിന്നെ സുരാജ് വെഞ്ഞാറമ്മളൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിലൊരു ഒരു പോർഷനിലാണ് നമ്മുടെ ആ സീക്വൻസിലാണ് നമ്മൾ. അതിന് ശേഷം ഒരു പടം വിശാൽ ഡയറക്റ്റ് ചെയ്യുന്ന, വിശാൽ ഹീറോയും ഡബിൾ റോൾ ചെയ്യുന്നൊരു സിനിമയാണ്. അതിലെ മെയിൻ വില്ലനായിട്ട് വിശാൽ തന്നെ കാസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഗംഭീര റോളാണ് ചെയ്യുന്നത്. അത് തീർന്നിട്ടില്ല, ഇനി ഒരു 10 ദിവസത്തെ വർക്കുണ്ട്. അതിനുവേണ്ടി ആ താടിയൊക്കെ വെച്ച് അതിലെ ഗെറ്റപ്പ് അങ്ങനെയാണ്. അപ്പോൾ അത് വലിയൊരു റോളാണ്. അത് നമുക്ക് തമിഴ് സിനിമയിൽ നല്ലൊരു പ്രവേശനമായിരിക്കും എന്നുള്ളത് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിൽ ഇപ്പോൾ ടിക്കിട്ടാക്ക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആസിഫ് അലിയുടെ. അപ്പോൾ അതും നല്ല വേഷമാണ്. അതിൽ പ്രത്യേക ഗെറ്റപ്പും കാര്യങ്ങളും അതിലും നല്ല പിന്നെ ഒരു നെഗറ്റീവ് പോർഷനിലൂടെ വന്നിട്ട് പോസിറ്റീവാകുന്നൊരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറുമാണ്. അത് ഫുൾ ആക്ഷൻ ബാക്ക്ഡ് സാധനമാണ്. അത് വേറെ ലെവലിലുള്ളൊരു പടമാണ്. പിന്നെ ഇപ്പം ഭീഷ്മർ എന്ന് പറഞ്ഞൊരു സിനിമ വിശ്വസിച്ചൻ, അതിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശ്രീനാഥ് വാസിയുടെ ഒരു പടം ജീവൻ എന്നാണ് ഈ പേര് കൊടുത്തിട്ടുള്ളത്, പേരിട്ടിട്ടില്ല, അതിലുണ്ട്. പിന്നെ ഡർബി എന്ന് പറഞ്ഞൊരു പടം, നിലമ്പൂർ ഷൂട്ടായിരുന്നു. അങ്ങനെ 3-4 പടങ്ങൾ അതിൽ ഇറങ്ങാനുള്ളതുണ്ട്. ഇതിപ്പം കര ഏപ്രിൽ മാസം റിലീസാണ്. ആക്ഷൻ ബേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആക്ഷനും അതൊരു 90s-ലേക്കൊരു സബ്ജക്റ്റാണ്. ഒരു ബാങ്ക് സംബന്ധമായ സംഭവങ്ങളും അതിന് ജയറാമിൻ്റെ ഒരു ആൾക്കാരായിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ഒരു ഗ്യാങ് വർക്ക്, അങ്ങനത്തെ ഇതാണ്.
പിന്നെ വിശാലിൻ്റെ പടത്തിൽ ഒരു രക്ഷയില്ല, അടിപൊളി. നമുക്ക് തന്നെ അതിലെ ഗെറ്റപ്പും കാര്യങ്ങളും എല്ലാം തന്നെ വേറൊരു ലെവലിലാണ്. ഒരു കോമഡി ക്യാരക്ടേഴ്സ് നോക്കുന്നുണ്ട് ഇതിന്. കോമഡി ഇഷ്ടംപോലെ ചെയ്യുന്നു. കാരണം ജോണി എസ് പപ്പിയിൽ ആ ക്യാരക്ടർ ഇപ്പോഴും കാണുമ്പോൾ ഒരുപാട് ചിരിക്കുന്ന സാധനമാണ്. അതെ അതെ, അത് ആ സിനിമയിലെ കാര്യങ്ങൾ ഒരുപാട് ട്രോള് റീലും ഇറങ്ങിയിട്ട് ഇപ്പോഴും വർക്കൗട്ട് ചെയ്ത് ജിമ്മിൽ പോകുമ്പോഴൊക്കെ അയക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതെ അതെ. പിന്നെ കാശിന്റെ കഴപ്പ് എന്ന് പറയുന്നത് ഒരുപാട്, പിന്നെ കാര്യം കൂടി കെട്ടിച്ചു വിട്ടാലേ സമാധാനമുള്ളൂ എന്ന് പറയുന്നത് എല്ലാം ഓരോന്ന് നമ്മളെ ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ മാതിരി. ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞൊരു സിനിമ മുമ്പ് ഇറങ്ങിയത്, അതിൽ മമ്മൂക്കാൻ്റെ ഓരോ സീനും ഇൻട്രഡക്ഷൻ പോലെ ആയിരുന്നു. അതെ, കണ്ടിട്ടുണ്ടോ ബസ് കണ്ടക്ടർ? ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടാണ് അത്. ഞാനും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. VM വിനു സാറ് ഡയറക്റ്റ് ചെയ്ത് പടം. അപ്പോൾ അതിൽ ഒരു സിനിമയിലും അങ്ങനെ ഉണ്ടാവില്ല. ഓരോ സീന് വരുമ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ സീൻ പോലെയാണ് അത് എടുത്തിട്ടുള്ളത്. അതിൽ സാറിന് ആ ഒരു മോഡ് പോകുന്ന രസമാണ്. കാരണം ലാസ്റ്റ് പറയല്ലേ, നിന്നെ വിചാരിച്ചാണല്ലോ ഞാൻ 20 വർഷക്കാലം ഇങ്ങനെ നടന്നത്, ഞാൻ മുതലാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഭയങ്കര രസമായില്ല. അതുപോലെ ചായ കുടിച്ചിട്ട് 21 ദോശയും 2 ചായയും, അപ്പം 20 ദോശയും ചായയും കുടിച്ച് ഞാനാ. അതൊക്കെ നല്ല രസമായിട്ടുള്ള കോമഡി. വായിക്കുമ്പം സാറിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇത് ചെയ്യാൻ പോകുന്ന കോമഡി? അത് നേരത്തെ തന്നെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞതാണ് അങ്ങനത്തെ ഒരു സാധനം ചെയ്യണം എന്നുള്ളത്. ഇപ്പം എൻ്റെ അടുത്ത് അടുത്തിടെ വിളിച്ച് പറഞ്ഞിരുന്നു, ഈ സബാൻ എന്നുള്ള ക്യാരക്ടറിനെ പിന്നെ സെൻട്രൽ ക്യാരക്ടറാക്കി ഒരു സാധനം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ പൈങ്കിളിയിൽ അതുപോലുള്ള ക്യാരക്ടർ ചെയ്തത്. അത് പിന്നെ വണ്ടി ഇങ്ങോട്ട് അവിടെ നിർത്തിക്കോ, അവിടെ നിർത്തിക്കോ. അങ്ങനെ ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു അച്ഛൻ്റെ അതും കോമഡിയായിട്ട് നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റി. അന്ന് കാലത്ത് സാറാണ് എനിക്കൊന്നും ആ ടൈമിന് ബോഡി ബിൽഡ് ചെയ്ത് നിൽക്കുന്ന ആക്ടേഴ്സ് കുറവായിരുന്നു. ഇന്ന് ഒരുവിധം എല്ലാവരും യൂത്ത് ബോഡി ബിൽഡിങ്, ബോഡി ഫിറ്റ്നസ് ശ്രദ്ധിക്കുന്നുണ്ട്. യുവ ജനറേഷനിൽ ആരെങ്കിലും സാറിനെ വിളിക്കാറുണ്ടോ ടിപ്സ് ഒക്കെ സംസാരിക്കാൻ? ഇഷ്ടം പോലെ എല്ലാവരും അത് കാര്യങ്ങൾ. ഇപ്പം മുമ്പ് തന്നെ ഇപ്പം പിന്നെ മമ്മൂക്ക, ലാലേട്ടനൊക്കെ ഒരുമിച്ച് നമ്മൾ ട്രെയിനിങ് ചെയ്യാറും അതുപോലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്കൊക്കെ കൂടുതൽ ഡയറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് തരും ടിപ്സ്. അങ്ങനെയുള്ള ഫിറ്റ്നസിൻ്റെ ആൾക്കാർ. ലാലേട്ടനും ഞാനും ഒരു ഇഷ്ടംപോലെ ഒരുമിച്ചിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിക്രം ഒരുപാട് ടിപ്സ് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂവിലും അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. വിക്രം സാറിന് നല്ലൊരു ഫ്രണ്ടാണ്. നല്ല ഫ്രണ്ടാണ് എനിക്ക്. ഇപ്പം ഈ കോവിഡ് ആയതിനു ശേഷമാണ് ഇങ്ങോട്ട് വരാം. അതിന് മുമ്പുള്ള സമയത്തൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം വയനാട്ടിൽ വന്ന് ഒരു 1 വീക്ക് ഉണ്ടാകും. ഫാമിലിയായിട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. പിന്നെ ഇവരൊക്കെ പൃഥ്വിരാജ് ഒക്കെയാണ്. പിന്നെ ടോബി ഇപ്പോൾ പുതിയ വന്നതിൽ ടോബി ഭയങ്കര ടോബി എല്ലാവിധ വർക്കൗട്ടും ഫിറ്റ്നസ്സിനുള്ളതും അതുപോലെ തന്നെ മൊബിലിറ്റി, മാർഷൽ ആർട്സ് അതെല്ലാം. ഞാൻ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ഹാൻഡാണ് കരാട്ടെ, ഷോട്ടോക്കാൻ. അപ്പം പിന്നെ അതുപോലെ ഉണ്ണി മുകുന്ദൻ, ഇവരെല്ലാവരും നല്ല ബിൽഡേഴ്സാണ്. പിന്നെ ആദ്യം മുതൽ ഈ മസിൽ ബിൽഡ് ചെയ്യാതെ തന്നെ ഫിറ്റ്നസ് കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് മമ്മൂക്കി, ലാലേട്ടനൊക്കെ. എല്ലാവരും മസിൽ ബിൽഡിന് വേണ്ടിയിട്ടല്ല, ആ ഫിറ്റ്നസ് നിലനിർത്താനും. ലാലേട്ടൻ നല്ല ഫ്ലെക്സിബിളാണ്, നല്ല എന്തും ചെയ്യാനുള്ള ഇതുണ്ട്. മമ്മൂക്ക അത് എന്താ പറയുക, ശരിക്കും ആ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിനുള്ള ഭക്ഷണ രീതി ഉണ്ടായിട്ടും അതുപോലെ തന്നെ വർക്കൗട്ടും അങ്ങനെ കൊണ്ടുവന്ന. ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ശരീരം കുറച്ചിട്ട് ഒരു ഫിറ്റ്നസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയല്ല. അത് ഒരുപാട് ദോഷം ചെയ്യും. നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ച് ആവശ്യത്തിനുള്ള വ്യായാമം ചെയ്യുക. നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഭക്ഷണമാണ് വേണ്ടതും എന്ത് വ്യായാമങ്ങളാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനും അറിയാനും കഴിയണം. അതാണ് മെയിൻ കാര്യം. അതറിയില്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു കോച്ച് ഉണ്ടായിരിക്കണം. ഇതാണ് അതിൻ്റെ നേരെ ശരിയായ വഴിയിലല്ലാതെ പോയി കഴിഞ്ഞാൽ അത് ദോഷം, ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും ശരീരത്തിന്. നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. കാരണം ഇപ്പം കാണുന്ന അതാണ് ഏറ്റവും കൂടുതൽ സപ്ലിമെൻറ്റ്സ്. സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമുണ്ട്. നമ്മളൊക്കെ കഴിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഭക്ഷണം കഴിച്ച് നാച്ചുറലായിട്ടുള്ള വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മളൊക്കെ ആ നിലയിലെത്തിയത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്ന് ആ പോഷകങ്ങൾ കിട്ടാനില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടിയുണ്ട്. പക്ഷേ ഈ സപ്ലിമെൻറ്റ് കഴിക്കുമ്പം സപ്ലിമെൻറ്റിലൊക്കെ തന്നെ ഈ സ്റ്റെറോയിഡിൻ്റെ അംശം ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം, ഇല്ല എന്നുള്ളത്. എന്നിട്ട് വേണം കഴിക്കാൻ. സ്റ്റെറോയിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ ഒരുപാട് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന ഫ്രണ്ട്സ് ആയാലും എല്ലാവരും പ്രോട്ടീൻ എടുക്കുന്നത് അത് സൂക്ഷിക്കണം, കിഡ്നി ഇഷ്യൂ ആണ്, ലൈക്ക് വേറെ എടുക്കുന്ന ഇഷ്യൂ. അത് ഇൻറ്റേർണൽ പാർട്സിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത്
അത് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അപ്പം ഫോറിനേഴ്സൊക്കെ ഇപ്പം അവരിപ്പം ഈ കോമ്പറ്റീഷൻ മേഖലയിൽ ഇതില്ലാതെ കൊണ്ടുപോകാനും പറ്റില്ല, പിടിച്ചേക്കാൻ പറ്റില്ല. പക്ഷെ അവർ യൂസ് ചെയ്യുന്നത് ഒരു ഫിസിഷ്യൻ അവരുടെ കൂടെ ഉണ്ടാവും. എന്നിട്ട് ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, ഇത് എത്ര അളവ് വേണം എന്നൊക്കെ കറക്റ്റ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് പോലും പലരും പല ഡാമേജ് ആയവരുണ്ട്. ഇന്നാളെന്ന് നമ്മൾ പറയാൻ പാടില്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് നിർബന്ധമായിട്ടും വർക്കൗട്ട് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. അതെല്ലാവരോടായിട്ടും പറയാനുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വൈസാണ്. കാരണം ശരീരമുണ്ട്, അത് ആരോഗ്യപരമായ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിന് ബാക്കി എല്ലാത്തിനും ഉപകരിക്കുകയുള്ളൂ. എല്ലാവരും പറയും സമയമില്ലാത്തതുകൊണ്ടാണ്. സമയം കണ്ടെത്തണം. കാരണം അത് കാരണം നമ്മൾ ശരീരം മോശമായിട്ട് നമ്മളല്ലെങ്കിൽ ഒരു അസുഖം ബാധിച്ചിട്ട് അതോടനുബന്ധിച്ചുള്ള അസുഖം ബാധിച്ച് കിടപ്പിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടും. അത് സമയം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇഷ്ടംപോലെ സമയം ചിലവഴിക്കേണ്ടത്. അപ്പോൾ അതില്ലാതെ വെക്കാൻ നമ്മൾ ദിവസം 1 മണിക്കൂർ നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻറ്റെയിനിങ്ങിന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ മാറിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല മെൻ്റലി കൂടെ, ഫിസിക്കലി മാത്രമല്ല ഈ വർക്കൗട്ട് ചെയ്യുന്നതിൽ മെൻ്റലി കൂടെ നമുക്ക്. സാർ ഒരുപാട് ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സാറിൻ്റെ ഒരു അപകടമായി വന്നിട്ടുള്ളതിലും സീൻസ് ഉണ്ടോ? ഒന്ന്, ഞാൻ ദ്രാവിഡൻ എന്ന് പറഞ്ഞൊരു മൂവി ഷൂട്ട് ചെയ്യുമ്പോൾ വിജയരാഘവനാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ കവലയിൽ ഒരു മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് ഫൈറ്റ് നടക്കുമ്പോൾ അതിൽ ഇടിച്ച് വിജയരാഘവൻ എന്നെ ഇടിച്ചിട്ട് ഞാൻ തെറിച്ച് ഒരു ഉന്തുവണ്ടി അടക്കം മറിഞ്ഞു വീഴുന്നൊരു ഷോട്ടായിരുന്നു. ആ മറിഞ്ഞു വീണ സമയത്ത് ഈ ഉന്തുവണ്ടീൻ്റെ ഒരു ഭാഗം എൻ്റെ കാലിൻ്റെ പുറടിയിൽ വന്ന് വീണു. അപ്പം അതിൻ്റെ ഇരുമ്പിൻ്റെ പട്ടയടിച്ച സാധനം, നല്ല വെയിറ്റും ഉണ്ട്. അത് മാറ്റി നോക്കിയപ്പം ഈ പുറടിയിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് വരികയാണ് സ്കിന്ന്. അപ്പം ഞാൻ പിടിച്ച് താത്തും വിട്ട് കഴിഞ്ഞാൽ പോകുന്നത്. അങ്ങനെ പിന്നെ അപ്പോൾ തന്നെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കെട്ടി ശരിയാക്കി വന്ന്. എന്നിട്ട് കാല് കെട്ടിക്കൊണ്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അതിൽ അഭിനയിച്ചത്. ഞാൻ ലീവ് എടുക്കാനുള്ള കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തീർത്തത്. അത് കഴിഞ്ഞുള്ള ഇതിനും കാല് കെട്ടിക്കൊണ്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോഴാകുമ്പോൾ എല്ലാവർക്കും സേഫ്റ്റി മെഷേഴ്സ് ഒരുപാട് ഉണ്ട്. എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ അപകടങ്ങളൊക്കെ പറ്റും. ടൈമിങ് മാത്രമല്ല, അത് ചുറ്റുമല്ല. ഇപ്പം നമ്മളിപ്പോൾ റോപ്പിലാണെങ്കിലും ശരി, അത് എന്തെങ്കിലും ഒരു ഉദ്ദേശിച്ച തരത്തിലല്ല പോവുകയാണെങ്കിൽ എവിടെയും പോയി അടിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. വളരെ ശ്രദ്ധിച്ചും നമ്മൾ അറിയുന്നവർ തമ്മിൽ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങൾ കുഴപ്പമില്ല. കേട്ടിട്ടുണ്ട്. കാരണം മമ്മൂക്കയുടെ അലൈനൊക്കെ അവർക്ക് ടൈമിംഗ് ഉണ്ട്. പുതിയ ആൾക്കാർ വരുമ്പോൾ മാത്രമാണ് ടെൻഷൻ വരുന്നതൊക്കെ. എക്സ്പീരിയൻസ് ആൾക്കാരും പുതിയ അതല്ല, നമ്മളിപ്പോൾ മാർഷ്യൽ ആർട്സൊക്കെ പഠിച്ചിട്ടുള്ള നമ്മൾ ഒരുപാട് ആൾക്കാർ, പുതിയ ആൾക്കാരവരൊക്കെ ഉണ്ട്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടിയുള്ളൊരു ഫൈറ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അത് ഇതായിട്ട്. ചിലർക്ക് ഈസിയായിട്ട് കഴിയും, ചിലർക്ക് അത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അധികം ആൾക്കാർ ഇപ്പോഴൊക്കെ എല്ലാവരും അത്യാവശ്യം അങ്ങനത്തെ ഫിസിക്കലായിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ചെറുപ്പക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാര്യത്തിലൊക്കെ നല്ല ഫിറ്റ്നസ്സും കാര്യങ്ങളുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല. അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി അത് ഫൈറ്റും പിന്നെ അതുമല്ല അന്നത്തെ മാതിരിയുള്ള ലെങ്തി ഷോട്ടുകളൊന്നും ഇല്ല. ഇപ്പോൾ കട്ട് ഷോട്ടുകളൊക്കെ വെച്ച് ലെൻസും അതിൻ്റെ ഇതിൽ ഇപ്പം ഞാൻ പറയാം, ഓരോ ഷൂട്ട് ചെയ്യുന്നതിൽ തന്നെ ഓരോ എക്യുപ്മെൻറ്റിനനുസരിച്ചിട്ട് നമ്മുടെ ഫൈറ്റിൻ്റെ ഇത് കൂടും. ഇപ്പോൾ ബോൾട്ട് എന്ന് പറഞ്ഞ ഒരു മെഷീൻ, ഒരു ഇത് എക്യുപ്മെൻ്റ് ഉണ്ട്. അത് വെച്ച് ഭീഷ്മപർവ്വത്തിലെ കേജിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, മറ്റേ അളിയനെ ഷിപ്പ്യാർഡ് ഫൈറ്റ്, ആ ഫൈറ്റൊക്കെ എടുത്തത് അങ്ങനത്തെ ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച തലത്തിൽ നമ്മൾ മനസ്സ് കാണുന്ന സാധനം അതുപോലെ ഒരു ഫൈറ്റ് മാസ്റ്റർക്ക് എങ്ങനെയാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം മനസ്സ് കാണുന്ന രൂപത്തിൽ ഇതുകൊണ്ട് എടുക്കാൻ പറ്റും. മറ്റത് ക്യാമറ വെച്ചിട്ട് അതിന് ഓരോന്നിനും ഓരോ ആംഗിളിൽ വെക്കേണ്ടി വരും. ഇപ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പം മുൻകാലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറ സ്റ്റഡി അവിടെ വെച്ച് ആൾക്കാർ നിന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ആളോട് ഡയലോഗ് മറ്റേ ഡയലോഗ് പറഞ്ഞ. ഇന്നിപ്പം ഗിംബൽ എന്നൊക്കെ പറഞ്ഞ് ക്യാമറ ഫിക്സ് ചെയ്തിട്ട് അടുത്തെടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ സൗകര്യത്തിന് ക്യാമറ വന്ന് ചെയ്യുന്ന കാലം, അത്രയും ടെക്നോളജി മാറി. ഈസിയായി. സാറ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടോ ഫൈറ്റിന്? ഫൈറ്റിന് കൊറിയോഗ്രാഫി ചെയ്യാറുണ്ടോ? ഇല്ല. ചില 1-2 പടത്തിലൊക്കെ നമ്മൾ മാസ്റ്റർ ഇല്ലാതെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു പടങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഡയറക്ടറും നമ്മളും കൂടി ആലോചിച്ചിട്ട്
അങ്ങനെ പ്ലാൻ ചെയ്ത് ചെറിയ സീക്വൻസൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. സാർ ഏറ്റവും ഹാപ്പി ആയ ഒരു മൊമെൻറ്റ് പറയാൻ പറ്റുമോ? ഹാപ്പി മിസ്റ്റർ ഇന്ത്യ കിട്ടിയ സമയത്ത് പേര് അനൗൺസ് ചെയ്തപ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. ട്രങ്ക് നമ്പർ എൻ്റെ 104 ആണ്. സ്റ്റേജിൽ കയറി റിവേഴ്സിൽ വിളിച്ചു, തേർഡ്, സെക്കൻഡ്, പിന്നെ ഫസ്റ്റ് കളിക്കുക. അപ്പോൾ തേർഡ് സെക്കൻഡൊന്നുമില്ല, ഇപ്പോൾ ഒന്നുമില്ല എന്നുള്ള ഈസി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ട്രങ്ക് നമ്പർ 104 അബു സലീം ഫ്രം കേരള. വിശ്വാസം വരുന്നത്. അപ്പോൾ ട്രങ്ക് നമ്പർ നോക്കിയത് അത് അന്ന് ടി വിയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അപ്പോൾ അത് ആ നിമിഷമാണ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കൊണ്ട് ആദ്യമായിട്ട് കരഞ്ഞെന്ന് പറയുന്ന ഒരു നിമിഷം അതാണ്. അത്രയും ശക്തനായ മോട്ടിവേറ്റ് ചെയ്ത വ്യക്തി. സാറിന് വിഷമം തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്? മീൻസ് വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാവർക്കും, മനുഷ്യൻ്റെ ജീവിതം സന്തോഷവും വിഷമമൊക്കെ സമ്മിശ്രമാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മരണപ്പെടുമ്പോഴൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ, പിന്നെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അവരൊക്കെ നഷ്ടം എന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ള അധിക കാര്യങ്ങൾക്കും ഞാൻ വലിയ ടെൻഷൻ കൊടുക്കാറില്ല. കാരണം ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ഇതാണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരും. പിന്നെ ബാക്കി വരുന്നത് ലാഭമാണ്. ടെൻഷനില്ല. അപ്പോൾ ടെൻഷൻ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തിനും പരിഹാരമില്ല. എല്ലാവരും, ചില ആൾക്കാർ ഭയങ്കര ടെൻഷനായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ആ കാര്യത്തിൽ നടക്കുമോ? ഇല്ല. കൂടുതൽ നമ്മൾ വറി ചെയ്യത്തില്ല. അപ്പം വരുന്നിടത്ത് വെച്ച് കാണാം. അത് ഇല്ലാതാക്കാൻ എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള അത് ശ്രമിക്കുക. കേരളത്തിലെ എല്ലാവർക്കും അറിയാം 1980s. ഇപ്പോൾ ബഹറിലും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ 1980s എന്നുള്ള പേര്? മകനാണ് ഇതിൻ്റെ ഫാമിലി. സാനു സലീമാണ് ഇതിൻ്റെ സൂത്രധാരൻ. അവന് ആക്ച്വലി അവൻ പഠിച്ചത് വിഷ്വൽ എഫക്ട്സ് കോഴ്സാണ്. അത് കഴിഞ്ഞ് ബിറ്റ് ഫ്രെയിംസ് എന്ന് പറഞ്ഞ ഒരു മീഡിയ ഫേം തുടങ്ങിയിരുന്നതാണ്. കല്യാണത്തിന് ഷൂട്ട് ചെയ്യുക, ആഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കൽപ്പറ്റയിൽ നമ്മുടെ ഒരു ബൈപ്പാസിലൊരു പഴയ വീട് കണ്ടപ്പോൾ അവനിങ്ങനെ ഒരു ഐഡിയ വന്നു, അതൊരു റെസ്റ്റോറൻ്റായിട്ട് നടത്തിയാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ തന്നെ ഭയങ്കര സൽക്കാരപ്രിയനായിരുന്നു. ഞാനും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവനൊക്കെ മോൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ധാരാളം പേര് നമ്മുടെ പോലീസിലുള്ള ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ സ്റ്റേഷനിൽ നിന്നുള്ളവരും മാസത്തിലൊരിക്കലും നമ്മൾ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയും ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു ടൈമിൽ ബോഡി ബിൽഡിങ്ങിൻ്റെ നമ്മുടെ കേരള ടീമിലുണ്ടായിരുന്ന പല പ്രഗത്ഭരായ ബോഡി ബിൽഡേഴ്സും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ അവർ വന്ന് ക്യാമ്പ് പോലെ നിന്ന് വയനാട്ടിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ നാഷണൽ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട്. അപ്പോൾ ആ സമയത്തും ഭക്ഷണം കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒരു ഇതിൽ ഒരു ഭക്ഷണം കൊടുക്കുന്നതിലുള്ളൊരു താല്പര്യം മോനും അത് വന്നതാണ്. അപ്പം അങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ കലർപ്പും മായങ്ങളൊന്നും ഇല്ലാത്ത നല്ല എന്താ പറയേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ളതൊരു ഇതാക്കി. പിന്നെ മാത്രം നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. പക്ഷെ അതിലുപരി നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിൽ പോയിരുന്നു, അത് ഭക്ഷണം സൂപ്പർ, അത് പറയുമ്പോഴൊരു മനസ്സംതൃപ്തി ഭയങ്കരമാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അങ്ങനെ 2012 വർഷം മുമ്പാണ് വയനാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടങ്ങി 12 വർഷം കഴിഞ്ഞ് അതിനുശേഷം ഇപ്പോൾ ഒരു 4 വർഷമായി ഇവിടെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തിട്ട്. കോഴിക്കോട് ബീച്ച് സൈഡിൽ മറ്റേ കോട്ടൻ്റെ ആ സൈഡിലായിട്ടാണ് അതുണ്ട്. പിന്നെ ഒരു ഏപ്രിൽ മാസത്താണ് വയനാട് തന്നെ മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞ ഉടനെ കാപ്പംകൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അതും ഇത് പറഞ്ഞ മാതിരി എല്ലാം ഒരു നൊസ്റ്റാൾജിക്ക് ഫീലുള്ള ബിൽഡിങ്സാണ്. ഓക്കെ, കൽപ്പറ്റത്തായാലും കാപ്പംകൊല്ലിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ 1941 ഉണ്ടാക്കിയൊരു വീടാണ്. അത് നല്ല മരത്തിൻ്റെ പണികളും നല്ല രസമായിട്ടുള്ള ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയയും. അപ്പോൾ അത് നല്ല സക്സസ്സാണ്. പിന്നെ കാലിക്കറ്റുള്ളതും അതുപോലെ പഴയ സാമുദ്രിക കാലത്തുള്ള ഒരു ബിൽഡിങ്ങാണ്. അത് പണ്ടികശാലയൊക്കെ ആയിരുന്നു. അത് പിന്നെ റിനോവേറ്റ് ചെയ്ത് നമ്മൾ 4 കെട്ട് പോലെ അങ്ങനത്തെ, അതും ആ തരത്തിൽ തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ ഇതും യാദൃശ്ചികമായിട്ടാണ് സാനുവിൻ്റെ ഫ്രണ്ട്സ് രണ്ടുള്ളവർ അവർ ആണ് അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ കണ്ടീഷനിൽ ഇവിടെ ഇത് കണ്ടെത്തിയപ്പോൾ വളരെ സന്തോഷമായി. 26-ാം തീയതിയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് ലോഞ്ചായിട്ട്
നമ്മളിപ്പം നോമ്പ് സീസണൊക്കെയാണ്. അപ്പം ടീ ഷോപ്പ് ഏരിയ ആണ് ഓക്കെ ഇനാഗുറേറ്റ് ചെയ്തത്. ഓക്കെ ഇനാഗുറേറ്റ് അല്ല, ഒരു സോഫ്റ്റ് ലോഞ്ച് ചെയ്ത്. അപ്പോൾ അതിൽ നമുക്ക് പിന്നെ സ്നാക്സും അതുപോലെ തന്നെ നോമ്പ് തുറക്കുള്ളതും അതിൻ്റെ കോംബോ ആയിട്ടുള്ള ഗീ റൈസ്, പിന്നെ ബിരിയാണി, അങ്ങനെയുള്ള സംഭവങ്ങൾ ഓട് കൂടിയിട്ട് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 2 മണി വരെ ഉള്ളതാണ് ഇപ്പോൾ പ്രവർത്തിക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. ഇപ്പോൾ നല്ല റെസ്പോൺസാണ്. അപ്പം സൗകര്യപ്രദമായിട്ട് എല്ലാവർക്കും വന്നിട്ട് കഴിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ ഭക്ഷണം നമ്മുടേതായിട്ടുള്ള ആൾക്കാർക്ക് വന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ട്രഡീഷണൽ ആയിട്ടുള്ള നല്ല പിന്നെ സ്നാക്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ബിരിയാണി എല്ലാം നല്ല അഭിപ്രായങ്ങളുണ്ട്. അപ്പം നമുക്ക് എന്താ വെച്ചാൽ അത് അതിൻ്റേതായിട്ടുള്ള ഒരു റേറ്റിൽ കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിലുള്ള ഭക്ഷണം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളൊരു ഒരു സംഭവം കൂടി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഫുൾ ഫ്രിഡ്ജിൽ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തന്നെ മൊത്തത്തിലുള്ള അപ്പം എല്ലാവിധ ഭക്ഷണങ്ങളും പ്രത്യേകിച്ച് കേരളീയ നാടൻ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടുണ്ടാവും. മറ്റുള്ള തരത്തിലുള്ളതും എല്ലാം തന്നെ ഉണ്ടാവും. ഓക്കെ. സാറിനൊരു ടൈം മെഷീൻ കിട്ടുന്നു, സാർ ബാക്കിലോട്ട് പോകുന്നു, 25 ഇയേഴ്സ് ആയിട്ടുള്ള അബു സലീമിനെ കാണാൻ പറ്റുകയാണെങ്കിൽ സാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉപദേശം എന്തായിരിക്കും? ഒരു പഴയ ആളെ സാറിന് വീണ്ടും ഒന്ന് ടൈം മെഷീൻ പോകാൻ പറ്റി, ഒന്ന് നേരിട്ട് കാണാൻ പറ്റി, ഇത് ചെയ്യേണ്ട അല്ലെ ഇത് എന്തെങ്കിലും പറയാൻ പറ്റും, എന്തെങ്കിലും കാര്യങ്ങൾ? അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് 3 മേഖലകളിലായിരുന്നു എൻ്റെ എയിം. ഒന്ന് ബോഡി ബിൽഡിങ്, ഒന്ന് പോലീസിൽ കയറുക, സിനിമ. ഇത് 3ഉം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അതിൻ്റെ ഏറ്റവും ഇതിലെനിക്ക് എത്താൻ പറ്റി, അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അല്ലെങ്കിൽ എനിക്കതിൽ ബോധ്യമുണ്ട്. കാരണം അത് നമ്മുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴറിയാം, ഓരോരുത്തർ പല ആൾക്കാരും ബിസിനസ് പരമായിട്ടായാലും ശരി മറ്റുള്ള കഷ്ടപ്പെട്ട് വന്ന് മാത്രമേ മേലെ എത്തിയിട്ടുള്ളൂ. അത് കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് എന്നല്ലേ പറയുന്നത്. ഇതിനു വേണ്ടി പ്രയത്നിച്ച് നമ്മളാ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇതാവണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായാലും ആയിത്തീരും. അതാവാതിരിക്കില്ല എന്നുള്ളതാണ്, അങ്ങനത്തെ ഒരു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ 3 മേഖലയിലും എനിക്കത് അനുഭവമാണത്. സക്സസ് ആയിട്ട് സാറിപ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇതുപോലെ എല്ലാ 3 വഴികൾ സാർ സഞ്ചരിച്ചു. സാറിൻ്റെ ജീവിതത്തിൽ സിനിമയാവുകയാണെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സിൽ സാർ എന്ത് ഡയലോഗ് ആയിരിക്കും? പക്ഷോട് പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് നമ്മുടെ ശരീരം നിലനിർത്തിയാലും മാത്രമേ ബാക്കിയെല്ലാം ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ശരീരം നിലനിർത്തുമ്പോൾ നമ്മുടെ സ്വന്തം ശരീരം സ്നേഹിച്ചാലും മാത്രമേ നമ്മൾ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുകയുള്ളൂ. സ്വന്തം കുടുംബത്തെ സ്നേഹിച്ചാലേ സ്വന്തം നാട്ടുകാരെ സ്നേഹിക്കുള്ളൂ. സ്വന്തം ഈ സമൂഹത്തിനെ മൊത്തം നമുക്ക് സ്നേഹിക്കാൻ കഴിയുക. ആ സ്നേഹം എന്നുള്ളത് പറയുന്നത് ആദ്യം നമ്മളെ സ്നേഹിച്ചാലേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്ക് പരിശോധിച്ചാലേ അറിയാം. ഓരോ വ്യക്തികളെയും ചില ആൾക്കാരുടെ ജീവിത രീതിയും കാണുമ്പം അയാളുടെ ശരീരം ശ്രദ്ധിക്കാത്ത ആളായിരിക്കും വളരെ മോശമായിട്ട് ജീവിതത്തിൽ നടക്കുന്ന ആൾക്കാർ. സ്വന്തം ശരീരം നോക്കുന്നവന് ആദ്യം അവൻ്റെ കുടുംബം നോക്കാതെ അവൻ മുന്നോട്ട് പോകില്ല. അത് അടുത്ത വീടുകാർ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുകയുള്ളൂ. അത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും ബഹുമാനിക്കാനും ഏറ്റവും കൂടുതൽ വേണ്ടത് അങ്ങനത്തെ ഒരു കാര്യമാണ്. എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് മുൻകാലങ്ങളിലൊക്കെ ആൾക്കാർ പറയുക അവൻ വലിയ കാശുകാരനാണ്, എൻ്റെ അത്ര കാശാകാനില്ല എന്നുള്ള ഇതായിരുന്നു. ഇപ്പം അത് പറയില്ല ആൾക്കാർ. കാരണം അത്യാവശ്യം ജീവിക്കാനുള്ള കാശൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഉണ്ടാക്കാനും എല്ലാവർക്കും അറിയാം. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന, സമൂഹത്തിലല്ല ലോകത്തും രാജ്യങ്ങളിലൊക്കെ നടക്കുന്നത് ഞാനാണ് വലിയവൻ എന്നുള്ള ഒരു എന്താ പറയുക, അതാണ് ഇന്നിപ്പം നിലനിന്നുകൊണ്ടിരുന്നത്. അത് വിട്ട് നമ്മൾ ഓരോരുത്തരും, ഇപ്പം നിങ്ങളും ഞാനും സംസാരിക്കുമ്പോൾ നിങ്ങളതായിട്ടുള്ളൊരു വ്യക്തിത്വം അതിനെ മാനിക്കുകയും അത് നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്യനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഈ ഒരു തിരക്കിട്ട സമയത്തും ഞങ്ങൾക്ക് വേണ്ടി സമയം തന്നതിൽ ഒരുപാട് നന്ദി. അല്ല, അതോടുകൂടി തന്നെ ഒന്നുകൂടി പറയാണ്, 1980s നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് എല്ലാവരും വരിക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല രുചികരമായ വയറും മനസ്സും ഒരുപോലെ നിറച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയും, എല്ലാവർക്കും കഴിയും. പിന്നെ അതോടൊപ്പം അതെ 1980s അപ്പം ബഹ്റൈനിൽ ഇപ്പം നമ്മൾ അതുകൊണ്ട് ഈ ഒരു സ്ഥാപനം ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരും, എല്ലാവരെയും കാണും ചെയ്യും. ഇതിൻ്റെ മെയിൻ ലോഞ്ചിങ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഓപ്പണിങ് അടുത്ത് തന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവും.
അപ്പം രുചികരമായ ഭക്ഷണം കഴിച്ച് സന്തോഷകരമായിട്ട് നമുക്ക് ഇവിടെ കൂടാം. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഞങ്ങളെല്ലാവരും വരും. എല്ലാവരും വരണം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എനിക്ക് ഇൻ്റർവ്യൂവിന് ഇത് തന്ന നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കണേ. ഞാൻ ഇതിന് മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ട് ഒരു ജിമ്മിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേറെല്ലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. മോസ്റ്റ് വെൽക്കം ടു 1980s. ഞാൻ എൻ്റെ മകനും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പോഴും. അവനിപ്പം മുമ്പ് ഫസ്റ്റിൽ അഭിനയിച്ച ചെമ്പട എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുരുക്ഷേത്ര, അത് കഴിഞ്ഞ് ട്രെയിന്, പിന്നെ തല്ലുമാല, പിന്നെ കാസർഗോഡ്. ഇപ്പം ടൊവിനോൻ്റെ പടത്തിൽ നല്ലൊരു വേഷം ചെയ്യുന്നത്. മോസിൻ ബരാരി ഡയറക്റ്റ് ചെയ്യുന്ന പടം കോഴിക്കോട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ ഷൂട്ടിങ്ങിലുണ്ട്. 10-ാം തീയതി മുതൽ ഇപ്പോൾ അവന് ഷൂട്ടുണ്ട്. അപ്പം ഷൂട്ടും ഇതുമൊക്കെ ആയിട്ട് അങ്ങനെ അവൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ അവനെ കൂടെ എല്ലാവരും അനുഗ്രഹിക്കണം എന്നുകൂടെ പറയുകയാണ് ഈ അവസരത്തിൽ. അവനാണ് ഇവിടെ അധികം ഉണ്ടാകുക. അപ്പം ഒരു എന്താ പറയുക അപ്കമിങ് സ്റ്റാർ കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയിച്ചത്. സാനുഭായിക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. Once upon a chat.